ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ്, യൂറോ, യുഎസ്ഡി, നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെയും ഇന്നത്തെ ലെവൽസൊക്കെ നോക്കാം. ഓവറോൾ ബൈയിങ്ങിലേക്കാണോ സെല്ലിങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഓക്കെ അല്ലേ, ഫസ്റ്റ് നമുക്ക് ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ നോക്കുവാണെങ്കിൽ കൗണ്ടർ ട്രെൻഡിൻ്റെ സാധ്യതയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻഡ്യൂസ്മെൻറ്റ് സെൽസോണ് മാർക്കറ്റ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് തട്ടി നിൽക്കുന്നതല്ലേ. ഇന്നലെ ഒരു വലിയ മാർക്കറ്റിന് അനക്കമൊന്നുമില്ലാതെ പോയതെന്ന് പറയുന്നത് US ബാങ്ക് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് കുറച്ച് വീക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ സാധ്യതകൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് സെല്ലിലേക്ക് തന്നെയാണ് സാധ്യത കൂടുതൽ. ഞാൻ അതിൻ്റെ കാരണങ്ങളും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിന്നലെ പറഞ്ഞുകൊണ്ടാണ് സെൽ സോൺ ഇതാണ്. ഓക്കെ അല്ലേ, മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേക്ക് നോക്കിയാലും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതില്ലെങ്കിൽ ഇത് അതർ ട്രേഡേഴ്സിൻ്റെ വ്യൂവിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു റേഞ്ച് അവരെങ്ങനെയായിരിക്കും നോക്കുന്നത്, ഇത് നോക്കി ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് എന്ന രീതിയിലായിരിക്കും നോക്കുന്നത് അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ബൈയിങ്ങിലേക്ക് പോകുന്നുള്ളതായിരിക്കും അതർ ട്രേഡേഴ്സിൻ്റെ വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ എന്താണ് ഒരു സെല്ലിനുള്ള സാധ്യതകൾ മാത്രമേ കാണുന്നുള്ളൂ. അതിനുള്ള ലെവൽസും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹൈയിൽ നോക്കുവാണെങ്കിൽ എന്താണ് ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഓക്കെ അല്ലേ, മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നല്ല സെല്ലിലേക്ക് വന്നവരുടെ സ്റ്റോപ്പ് ലോസ് ലിക്വിഡിറ്റി ഈ ഒരു ഇതിന് മുകളിലായിരിക്കും, ഈ ഒരു പുൾ ബാക്കിന് മുകളിലാണ് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഡൗൺ സൈഡിൽ എൻട്രിക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. സ്റ്റിൽ ഇപ്പോഴും എന്താണ് കൗണ്ടർ ട്രെൻഡിൻ്റെ സാധ്യത തന്നെയാണ് മാർക്കറ്റിലുള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ലിക്വിഡിറ്റി നല്ല രീതിയിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ സെല്ല് നോക്കാമെന്ന് പറയുന്നത്. ഓക്കെ അല്ല, അല്ലാതെ ഈ ഒരു റേഞ്ചിൽ വേറെ സെല്ലിനുള്ള സാധ്യതകളൊന്നുമില്ല കേട്ടോ. ഇനി ഇതിന് ശേഷം മാർക്കറ്റ് എന്താണ് വന്നിട്ട് ഈ മേജർ ലോയിന് ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എന്താണ് കണ്ടിന്യൂവേഷൻ ട്രേഡ് നോക്കാനായിട്ട് പറ്റും. ഇൻഡ്യൂസ്മെൻ്റ് സെൽസോണൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാൻ പറ്റും. ഈ ഒരു റേഞ്ചിൽ ഇവിടെ നിന്നുള്ളൊരു സെൽ എൻട്രിക്ക് മാത്രമേ സാധ്യതയുള്ളൂ. ബൈ എൻട്രിക്ക് ഈ ഒരു റേഞ്ചിൽ സാധ്യതകളില്ല കേട്ടോ. ഓക്കെ അല്ല, മാർക്കറ്റ് ഒന്നാമത് വീക്കായിട്ടാണ് നിൽക്കുന്നത്. ഇനി മാർക്കറ്റ് ഈ മേജർ ഹൈനെയാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലോയൊക്കെ എന്താണ് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. ഓക്കെ അല്ല, മേജർ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത് ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം പിന്നീട് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇൻഡ്യൂസ്മെൻറ്റിലോ ബൈയിങ് സോണിലോ നോക്കിയിട്ട് കേട്ടോ. ഓക്കെ അല്ല, ഇത്രയും സാധ്യതയാണ് വരുന്നത് ഇതിനകത്ത്. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ കൗണ്ടർ ട്രെൻഡിൻ്റെ സാധ്യതയാണ് പിന്നെയും ഫസ്റ്റ് തന്നെ ഉള്ളത്. ഇനി മേജർ ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേജർ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റോ ഈ ഒരു ബൈയിങ് സോണിലേക്ക് വന്നാലേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് 1 മിനിറ്റിലെ കൺഫർമേഷൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ 50 മിനിറ്റിൽ വീണ്ടും ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് ബൈയിങ്ങിലേക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ ആകുന്നുണ്ടല്ലോ. ഫസ്റ്റ് അപ്പോൾ ഈ ഒരു ട്രെൻഡിൽ എന്താണ് ഫസ്റ്റ് ഇവിടെ നിന്ന് കൗണ്ടർ ട്രെൻഡിൻ്റെ സാധ്യതയാണ്. പിന്നെ മേജർ ട്രെൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് എടുക്കണം, എന്നാലേ നമുക്കൊരു മേജർ ട്രെൻഡ് ആയിട്ടുള്ളൂ കേട്ടോ. ഇനി എന്താണ് മാർക്കറ്റ് വന്ന് ഹൈനെയാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോ വീണ്ടും ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാം. അപ്പോൾ ഇത്രയും സാധ്യതകളാണ് ഗോൾഡിൽ ഫസ്റ്റ് കാണുന്നത്. ഓക്കെ ആവുന്നില്ലേ. ഇനി ഇതിന് ശേഷം എന്താണ് യൂറോ യുഎസ്ഡിൻ്റെ കാര്യത്തിലേക്കൊന്ന് വരാം. നമ്മൾ ഇന്നലെ യൂറോ യുഎസ്ഡിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് എന്താണ് ഈ ഹൈനെയാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ബൈ എൻട്രി നോക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് 50-ൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ട്രെൻഡ് നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് എന്താണ് ഏറ്റവും ഹൈയിൽ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ മൂവ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ട്രെൻഡിൽ നമുക്ക് മേജർ ട്രെൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഇനി മാർക്കറ്റ് എന്താണ് ലോയിലേക്കാണ് ഈ ഒരു മേജർ ലോയിന് ബ്രേക്ക് ചെയ്തിട്ടാണ് ഡൗൺ സൈഡിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ എൻട്രി നോക്കാൻ പറ്റുന്ന ലെവൽസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൈയിങ് സോണാണ്. ഓക്കെ അല്ലേ, ഇതൊരു ബൈയിങ് സോണാണ്. അതുപോലെ തന്നെ ഏറ്റവും ലോയിലും ഒരു ബൈയിങ് സോൺ കാണാം. മാർക്കറ്റ് എന്താണ് ഇതിന് ശേഷം ഓക്കെ അല്ലേ, മാർക്കറ്റ് ഇവിടെ നിന്ന് എന്താണ് ഒറ്റ സെക്കൻഡ് കേട്ടോ. മാർക്കറ്റ് എന്താണ് ഈ ഒരു മേജർ ഹൈനെ ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ നിന്ന് പ്രൈസ് താഴോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബൈയിങ് സോണിലോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ബൈയിങ് സോണിലേക്ക് വരുവാണെങ്കിൽ കൺഫർമേഷൻ നോക്കി എന്താണ് ബൈയിലേക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ, ഇതാണ് മേജർ ട്രെൻഡ് അനുസരിച്ചുള്ള ലെവൽസ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഇത് നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇതും ഒരു ബൈയിങ് സോണാണ്. ഇതിന് ശേഷം മാർക്കറ്റ് എന്താണ് വന്നിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് മൈനർ ട്രെൻഡിൽ എൻട്രി എടുക്കാനും പറ്റും. അത്യാവശ്യം 6 കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡിലേക്ക് നോക്കിയാൽ മതി. ഓക്കെ ആണല്ലേ, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വന്ന് നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റിൽ ഓർഡർ ബ്ലോക്കിലേക്ക് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൺഫർമേഷൻ നോക്കി ബൈ എൻട്രി എടുക്കാം. ഇതാണ് യൂറോ യുഎസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. ഇതിന് ശേഷം മേജർ ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ മേജർ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇത് പുതിയൊരു BOS ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് നെക്സ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് ബൈയിങ് സോൺ. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ബൈയിങ് സോണിലേക്ക് വരുവാണെങ്കിലും കൺഫർമേഷൻ നോക്കി ബൈ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഇത് പിന്നെ മേജർ ട്രെൻഡായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇത്രയും സാധ്യതകളാണ് യൂറോ യുഎസ്ഡിൻ്റെ കാര്യത്തിലും വരുന്നത്. ഓക്കെ ആവുന്നില്ല. ഇനി നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒരു റൗണ്ട് നമ്പറിനടുത്താണല്ലോ നിൽക്കുന്നത്.
ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞ രീതിക്ക് നോക്കുവാണെങ്കിൽ വേറെ ഇൻഡ്യൂസ്മെൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെയിം ഡേയിലെ ട്രെൻഡിനനുസരിച്ചായിരുന്നു കൂടുതൽ ട്രേഡുകളും വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ട്രെൻഡിലേക്ക് നോക്കുവാണെങ്കിൽ 50 മില്ലിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, സെല്ല് ട്രെൻഡ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ 50 മില്ലിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാത്രമേ മാർക്ക് ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ പുതിയൊരു മേജർ ലോ, ഇവിടുത്തെ മേജർ ലോയിനെ എടുത്തതിന് ശേഷം എന്താണ് പുതിയൊരു മേജർ ലോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആകുന്നുണ്ടല്ലോ, മേജർ ലോ ഇവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ നോക്കുകയാണെങ്കിൽ 1-2 ഇൻഡ്യൂസ്മെൻറ്റ് കാണാൻ പറ്റും. നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ലോ തന്നെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ. ഇനി ഇന്നത്തെ ദിവസം മാർക്കറ്റ് എന്താണ്, ഒന്ന് നമുക്ക് സെൽ എൻട്രി എടുക്കണമെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് വന്ന് ഈ ഒരു ഹൈയിൽ ലിക്വിഡിറ്റി എടുത്താൽ നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ എന്താണ്, മാർക്കറ്റ് ഫസ്റ്റ് ഈ ഒരു ലോയിൽ ലിക്വിഡിറ്റിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മേജർ ലോയിനെ ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു ലിക്വിഡിറ്റിയാണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. കാരണം ഇത് റൗണ്ട് നമ്പറാണ്, കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട്. പക്ഷേ ഈ മേജർ ലോയിനെയാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് നോക്കണ്ട, കാരണം ഇതിൻ്റെ ഹൈ സെല്ലിലേക്കുള്ള ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. ഈ മേജർ ലോയിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ പിന്നെ ബൈ എൻട്രിക്ക് നോക്കണമെന്നില്ല. ഈ മേജർ ലോയിനെ ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു ലിക്വിഡിറ്റിയിൽ വന്ന് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ സാധ്യതകൾ വളരെ കൂടുതലാണ് കേട്ടോ. ഓക്കെ അല്ലേ. മേജർ ലോയിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീടുള്ള സെല്ലിലേക്കുള്ള മേജർ ഇൻഡ്യൂസ്മെൻറ്റ് ഇതായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ പിന്നീട് മാർക്കറ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഇത്രയും സാധ്യതയാണ് നിഫ്റ്റീൻ്റെ കാര്യത്തിലും വരുന്നത് കേട്ടോ. ഇപ്പോൾ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ അത്യാവശ്യം സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്താണ് ഇവിടുന്ന് ട്രേഡേഴ്സ് ട്രാപ്പ് ആവുകയാണെങ്കിൽ നല്ല മൊമെൻറ്റം ഡൗൺ സൈഡിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് സെൽ എൻട്രി നോക്കാം കേട്ടോ. ഇത്രയും സാധ്യതയാണ് ഇന്നത്തെ ദിവസം വരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തുപോലെ നിങ്ങളുടെ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിനിടയിൽ ഷെയർ എത്തിക്കാൻ ശ്രമിക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു വീഡിയോ നിർത്തിയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.